ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഇന്ന് മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവം ആണ്. ഗുരുഭവനപുരി ഇന്ന് മുതൽ നാദമാധുര്യത്തിൻ്റെ 15 രാപ്പകലുകളാൽ ധന്യമാവും. ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന മരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആ തമ്പുരു കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാവും. ഈ 15 നാളും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ആ ഒരു സംഭവമാണ്. അതിന് ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ തമ്പുരു വിളംബര ഘോഷയാത്ര തന്നെ ഉണ്ട്. ആ ഗുരുവായൂർ ഏകാദശി നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് മുന്നോടിയായിട്ടാണ് ഈ തമ്പുരു വിളംബര ഘോഷയാത്ര ഇന്ന് രാവിലെ തുടങ്ങി. വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം വൈകുന്നേരം ഇപ്പോൾ നടക്കുന്നു. ചെമ്പൈ സ്വാമികളുടെ പാലക്കാട് കോട്ടായിലെ ഭവനത്തിൽ നിന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തമ്പുരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഏറ്റുവാങ്ങി. ചെമ്പൈയുടെ കുടുംബാംഗം ചെമ്പൈ സുരേഷിൽ നിന്നാണ് തമ്പുരു ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷത്തിലായിരുന്നു. മികച്ച ചടങ്ങായിരുന്നു. അതുപോലെ ചെമ്പൈ വൈക്കം വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു. അവിടുത്തെ കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ ശ്രീ ദേവദാസ്, പിന്നെ മനോജ് B നായർ, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, C മനോജ്, ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തുടങ്ങി ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ PS വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. പിന്നെ തിരുവിഴ ശിവാനന്ദൻ, N ഹരി, ഗുരുവായൂർ മണികണ്ഠൻ, ആനയാടി പ്രസാദ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. വളരെ ചെമ്പൈയുടെ പ്രധാന ഒരു ശിഷ്യനായിരുന്ന സംഗീതജ്ഞനുമായിരുന്ന ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സംഗീത കച്ചേരി നടത്തി. നല്ല ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണിപ്പോൾ ഇവിടെ ഇന്ന് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു ആണ് ഇന്ന് ഉദ്ഘാടനം പരിപാടിയുടെ. അതങ്ങനെ നടക്കുന്നു. എന്തായാലും അപൂർവ സാന്നിധ്യങ്ങളാണ് ചെമ്പൈ ഭാഗവതരുടെ. ഇനിയിപ്പോൾ പാടി പതിഞ്ഞ രാഗങ്ങളും പുതിയതായി ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ താളലയങ്ങളും അടങ്ങിയ സംഗീത കച്ചേരികളുടെ ആസ്വാദന മികവാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. 15 ദിവസങ്ങളും നമ്മളെ കർണങ്ങളെ കുളിരണിയിക്കുന്ന തരത്തിലുള്ള നാദഭേരികൾ മുഴങ്ങുകയായി ഗുരുവായൂർ അങ്കണത്തിൽ. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവമാണ്. വളരെ പ്രധാനം തന്നെയാണ്. എത്ര പേർ വരും എന്നറിയില്ല. പണ്ട് യേശുദാസ്, ജയചന്ദ്രൻ മുതൽ തുടങ്ങിയവർ മുതൽ ഇന്നത്തെ പിന്നണി ഗായകന്മാർ വരെ എത്തുന്ന പ്രശസ്ത സംഗീത സദസ്സ് തന്നെയാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന രീതിയിലാണ് അത് നടക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഗുരുവായൂരിലേക്ക് എത്താൻ കഴിയട്ടെ. ഒരു ദിവസമെങ്കിലും അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ മഹാമഹം തന്നെയാണ്. കാരണം ചെമ്പൈയുടെ നാദം നിലച്ചപ്പോൾ നാദം കൊടുത്ത ആ ഒരു കുഞ്ഞികൃഷ്ണനുണ്ടല്ലോ, ആ കുഞ്ഞികൃഷ്ണൻ്റെ ശക്തി അത് അപാരം തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അത് അതിവിശേഷം തന്നെയാണ്. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ അമ്പലത്തിന് സമീപത്തെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവരും അതെല്ലാം കാണുക.
പറ്റാവുന്നവരൊക്കെ തിരക്കാണെങ്കിൽ കൂടി എത്തി ഗുരുവായൂരപ്പനെ ദർശിക്കുക. ഇന്നിപ്പോൾ തൃപ്രയാർ ഏകാദശിയാണ്. എന്നിരുന്നാലും ജനങ്ങളൊക്കെ ഉണ്ട്. ചൊവ്വാഴ്ചയാണ്. കുറച്ചൊക്കെ സമാധാനമായിരുന്നു വെച്ചാലും കുറച്ചൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വലിയ തിരക്കുകളില്ല. സ്വാമിമാരുടെ തിരക്ക് ധാരാളം തന്നെയാണ്. ഈ കാണുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന ആ തമ്പുരുവാണത്. ഇന്നത്തെ ചടങ്ങാണ്. അതിൻ്റെ ശരിക്കും ഗുരുവായൂർ, അതായത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂരിലെ ഒരു പതിപ്പ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പതിപ്പാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ കാണുന്നത്. ഇത് ചെമ്പൈയുടെ ഫോട്ടോയും അതുപോലെ ആ തമ്പുരുവും വളരെ വിശേഷം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അത് കാണാനും അതിൽ പങ്കെടുക്കുന്നവർക്ക് എന്താ പറയുക, അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരിയായി നല്ല നല്ല രാഗങ്ങളും നല്ല നല്ല സംഗീതങ്ങളും കലാകളും ഒക്കെ പുറത്തെടുക്കാൻ അവർക്ക് ജഗദീശ്വരൻ, നമ്മുടെ ഗുരുവായൂരപ്പൻ തുണ നൽകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന വേദികളായിരിക്കാം. പാടി പതിഞ്ഞ ആളുകൾക്ക് കൂടിയും ഇതിന് പ്രാധാന്യം കൂടുതലാണ്. അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വന്നിട്ടൊന്ന് പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു കളി കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇവിടേക്ക് വരുന്നത്. ഇനി വളരെ പ്രശസ്തരായ പല ആളുകളും വന്ന് പരിപാടികൾ നടത്തും. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ നൽകട്ടെ. അത് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ വളരെ സന്തോഷത്തിലാക്കുന്ന ആ ഒരു സമയമാണത്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശിവേലി തുടങ്ങായി, പിന്നെ വിളക്ക് ആയി. വിളക്കൊക്കെ വളരെ പ്രാധാന്യം തന്നെയാണ്. ഒരുപാട് സമയം 3 റൗണ്ട് പ്രദക്ഷിണമൊക്കെ വരുമ്പോൾ കാണാനൊക്കെ ധാരാളം സമയമുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ അമ്പലത്തിന് ഉറക്കമില്ല ഗുരുവായൂരപ്പന് എന്ന് പറഞ്ഞ മാതിരിയാണ്. 12 മണി ശ്രീലക അടക്കിച്ചാൽ ശ്രീലകം 9:30-10 മണിയുടെ ഉള്ളിൽ ശ്രീലക അടയ്ക്കുമെങ്കിലും ആ നാലമ്പലം അടയ്ക്കൽ, ചുറ്റമ്പലം അടയ്ക്കൽ ഒരുപാട് സമയം വഴുകും. അപ്പം അതൊക്കെ കഴിഞ്ഞ് അടച്ച് പിന്നെ വീണ്ടും 2:30-3 മണിയാകുമ്പോഴേക്കും അടുത്ത പ്രഭാത കൃത്യങ്ങളായില്ലേ. നിർമ്മാല്യ ദർശനം 3 മണിക്കാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഗുരുവായൂരപ്പൻ ഉണരണം. വളരെ കുറച്ചാണ്, നമ്മളെ മാത്രം എന്താ പറയുക, കാക്കാനായിട്ട് ഭൂമിയിലുള്ള ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നമ്മൾക്ക് ഏവർക്കും അത്രയും പ്രശസ്തമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ, ഈ 15 ദിവസവും സംഗീത സാന്ദ്രമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ഏതൊക്കെ തലത്തിലുള്ള സംഗീതധാരകളാണ് ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങിൽ വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒക്കെ കാത്തിരിക്കാം. നല്ല നല്ല പാട്ടുകളും കളികളും ഒക്കെ ഉണ്ടാവട്ടെ, സംഗീതങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞാൽ മതിയാവില്ലല്ലോ, എത്ര പറഞ്ഞാലും തീരില്ല. ഓരോരോ കാര്യങ്ങളും ഗുരുവായൂരപ്പൻ്റെ നമുക്ക് പറയാൻ നാവുകൾ മതിയാവില്ല, കേൾക്കാൻ കാതുകളും മതിയാവില്ല എന്നുള്ള ആ ഒരു തലത്തിലാണ്. കാരണം നിയന്താവായ ഗുരുവായൂരപ്പൻ മറ്റാരേക്കാട്ടിലും
ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ ഭാഗത്ത്, അതായത് ഗുരുവായൂരിൽ പരിലസിച്ച് കൊണ്ടിരിക്കുകയാണ്. ഭൂലോക വൈകുണ്ഠം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രസക്തി അറിയാലോ. ബദരീനാഥ് അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളെക്കാട്ടിലൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൺമുൻപിൽ അതിനൊക്കെ പ്രസക്തി ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ കൺമുന്നിൽ അടുത്തുള്ള ഈ ഗുരുവായൂരിനെ അത്രയും നല്ലതാണ്. ഗുരുവായൂരപ്പ